രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ആരും ശ്രദ്ധിക്കാതെ നടന്ന ഒരു പരീക്ഷണം. ചെറിയ ഓഫ് റോഡ് ജീപ്പിന് മുകളിലിരുന്ന ഒരു ഡ്രോൺ ആകാശത്തേക്ക് പറക്കുന്നു. കിലോമീറ്ററുകളോളം ശത്രുക്കളെ നിരീക്ഷിക്കുന്നു. തിരിച്ചു വന്ന അതേ ജീപ്പിൽ തന്നെ സുരക്ഷിതമായി ഇറങ്ങുന്നു. കേൾക്കുമ്പോൾ സിനിമയിലെ രംഗം പോലെ തോന്നാം. എന്നാൽ നമ്മുടെ സൈന്യം ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ കരുത്തായ രുദ്രാസ്ത്ര. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നമ്മുടെ സൈന്യത്തിന് നൽകുന്ന കരുത്ത് എത്രത്തോളമാണ്? നമുക്ക് നോക്കാം. സാധാരണ ഡ്രോണുകളിൽ നിന്ന് രുദ്രാസ്ത്രയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഹൈബ്രിഡ് സ്വഭാവമാണ്. ഇതിന് 6 റോട്ടറുകളുണ്ട്, അതായത് ചിറകുകൾ. ഒരു ഹെലികോപ്റ്ററിനെ പോലെ ഒരിടത്ത് തന്നെ പൊങ്ങി നിൽക്കാൻ ഇതിന് കഴിയും. എന്നാൽ ഉയർന്നു കഴിഞ്ഞാൽ ഇതൊരു വിമാനമായി മാറും. ചിറകുകളും പിന്നിലെ പ്രൊപ്പല്ലറും ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ദൂരേക്ക് പറക്കാൻ ഇതിന് സാധിക്കും. സോളാർ എയറോസ്പേസ് എന്ന ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച രുദ്രാസ്ത്രയ്ക്ക് ഏകദേശം 45 കിലോയാണ് ഭാരം. ഇതിൽ 8 കിലോ ഭാരമുള്ള ബോംബുകൾ വരെ ഘടിപ്പിക്കാം. രാത്രിയിലും പകലും ഒരുപോലെ വ്യക്തമായി കാണാൻ കഴിയുന്ന ക്യാമറകളും ശത്രുക്കളെ ലക്ഷ്യം വെക്കാനുള്ള ലേസർ സംവിധാനവും ഇതിലുണ്ട്. കഴിഞ്ഞ 2025 പൊക്രാനിൽ നടന്ന പരീക്ഷണങ്ങളിൽ രുദ്രാസ്ത്ര എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. 1.5 മണിക്കൂർ തുടർച്ചയായി പറക്കാൻ ഇതിന് സാധിച്ചു. പരീക്ഷണ സമയത്ത് ഏകദേശം 170 കിലോമീറ്റർ ദൂരമാണ് ഈ ഡ്രോൺ ആകെ സഞ്ചരിച്ചത്. വിക്ഷേപിച്ച സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പറന്നുപോയി അവിടെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷം കൃത്യമായി തിരികെ വന്നു. ശക്തമായ കാറ്റിലോ ചൂടിലോ ഇതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിന് പറന്നുയരാൻ റൺവേയോ വലിയ ഗ്രൗണ്ടോ ഒന്നും വേണ്ട. നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ ആകാശത്തേക്ക് കുതിക്കാം. ഇനി നമുക്ക് പൊളാരിസ് RZR ജീപ്പിനെ കുറിച്ച് പറയാം. വലിയ ട്രാക്കുകൾക്കോ വണ്ടികൾക്കോ പോകാൻ കഴിയാത്ത മണൽ കുന്നുകൾക്കിടയിലൂടെ ഈ ചെറിയ ജീപ്പിന് അതിവേഗം പോകാൻ കഴിയും. ഈ ജീപ്പിന് മുകളിൽ രുദ്രാസ്ത്രയെ ഘടിപ്പിക്കുന്നതിലൂടെ വലിയ ചില പ്രതിബന്ധങ്ങൾ നമുക്ക് മറികടക്കാനാകും. അതിർത്തിയിലെ ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിൽ പോലും സൈനികർക്ക് ഈ വണ്ടിയിൽ എത്തിച്ചേരാം. അവിടെ വെച്ച് തന്നെ ഡ്രോൺ പറത്തി ശത്രുക്കളെ നിരീക്ഷിക്കാം. അതായത് സൈന്യത്തിന്റെ ഒരു പറക്കുന്ന കണ്ണ് എപ്പോഴും കൂടെയുണ്ടാകും എന്നർത്ഥം. ഇത്തരം ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാൻ വലിയ വണ്ടികളോ വലിയ ക്യാബുകളോ വേണമായിരുന്നു. എന്നാൽ ഇപ്പോൾ മുൻനിരയിൽ പോരാടുന്ന ചെറിയ സൈനിക ഗ്രൂപ്പുകൾക്ക് പോലും ഈ ഡ്രോണുകളെ കൂടെ കൊണ്ടുപോകാം. അവർക്ക് സ്വന്തമായി ആകാശത്തു നിന്നുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്യാം. ഒരു ചെറിയ ജീപ്പും ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്ന ഈ ഡ്രോണും ഒന്നിക്കുമ്പോൾ കരയിലും ആകാശത്തും ഒരേ സമയം കണ്ണുവയ്ക്കാൻ നമ്മുടെ സൈന്യത്തിന് സാധിക്കും. ഈ കൂട്ടുകെട്ട് നൽകുന്ന ഗുണങ്ങൾ പലതാണ്. അതിർത്തിയിലൂടെ ആരെങ്കിലും ഒളിച്ചു കടക്കാൻ നോക്കിയാൽ ഡ്രോൺ അത് പെട്ടെന്ന് കണ്ടുപിടിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ നേരത്തെ അറിയുന്നത് കൊണ്ട് സൈന്യത്തിന് വേഗത്തിൽ പ്രതികരിക്കാൻ കഴിയും. അപകടം പിടിച്ച സ്ഥലങ്ങളിലേക്ക് സൈനികരെ നേരിട്ട് വിടുന്നതിന് പകരം ആദ്യം ഈ ഡ്രോണിനെ വിട്ട് പരിശോധനകൾ നടത്താം. മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന സൈനികർക്ക് ദൂരെയുള്ള കാഴ്ചകൾ മുൻകൂട്ടി കാണാൻ ഇത് സഹായിക്കും. സോളാർ എയറോസ്പേസ് പോലുള്ള ഇന്ത്യൻ കമ്പനികൾ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് രാജ്യത്തിന് വലിയ നേട്ടമാണ്. ഭാവിയിൽ ഇത്തരം ഡ്രോണുകൾ നമ്മുടെ സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറും. ശത്രുക്കളെക്കാൾ എപ്പോഴും ഒരു പടി മുന്നിൽ നിൽക്കാൻ ഈ പുതിയ സാങ്കേതിക വിദ്യ നമ്മളെ സഹായിക്കും. ചുരുക്കത്തിൽ രുദ്രാസ്ത്ര എന്ന ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. മരുഭൂമിയിലും മലനിരകളിലും ഇനി ശത്രുക്കൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ കമ്പനികൾ തന്നെ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വലിയ അഭിമാനമാണ്.